കാശ് മന്ദിരത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന സാഹചര്യം തന്നെയാണ് ഈ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതാണ്. ആരാണ് എറിഞ്ഞത്? യൂദ. യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ പ്രത്യേക പദവിയും പണം സൂക്ഷിക്കുവാനും ഒക്കെ പദവി വഹിച്ചവനാണ്. എന്നാൽ ഒരു നിമിഷത്തെ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോയപ്പോൾ അവൻ കൈവിട്ട് കളഞ്ഞത് എന്താണ്? പവിത്രമായ ഗുരുശിഷ്യ ബന്ധമാണ്. തന്നെ ജീവനതുല്യം സ്നേഹിച്ച തന്റെ ഗുരുവിനുമായിട്ടുള്ള ആ ഗുരുശിഷ്യ ബന്ധമാണ് കൈവിട്ടത്. പക്ഷെ ആ കൈവിട്ട് കളഞ്ഞപ്പോൾ അവൻ എന്തു പകരം? അതിന് പകരം വെച്ച നാണയവും ആ ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് കളയേണ്ടി വന്നു. നാണയം വലിച്ചെറിയ കളയുക മാത്രമല്ല, അവന്റെ ആത്മാവിനെ അവൻ കൈവിട്ടു എന്നുള്ളതാണ്. ദ്രവ്യാഗ്രഹത്തിന് പിന്നാലെ പോയപ്പോൾ അപ്പോസ്തലിക പദവിയിൽ നിന്ന് അവൻ മാറ്റപ്പെട്ട് ഒരു മുഴം കയറിൽ അവന്റെ ജീവിതം അവസാനിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. തന്റെ ഗുരുവിന് പകരം വെച്ച 30 വെള്ളിക്കാശ് കിട്ടിയപ്പോൾ യൂദാ ചിന്തിച്ചു, ഇതുകൊണ്ട് എനിക്ക് ലോകം പടുത്തുയർത്താമെന്ന്. ആ സ്വപ്നത്തിൽ നടന്ന ആ യൂദായ്ക്ക് പക്ഷെ ആ വെള്ളിക്കാശ് വാങ്ങിച്ചത് മുതൽ അവന്റെ ഉള്ളിൽ ഭ്രാന്ത് വിധിച്ചതുപോലെയാണ്. ആ നാണയം കയ്യിലിരിക്കുന്നതോടും അവന്റെ ഉള്ളിൽ ഭ്രാന്ത് എന്ത് ചെയ്യണം എന്നാണ് അറിയാൻ വയ്യ. പക്ഷെ എങ്കിലും അവനിൽ എന്തുണ്ടായില്ല? കുറ്റബോധമോ അനുതാപമോ ഉണ്ടായില്ല. അവൻ ആ വെള്ളിക്കാശ് കൊണ്ട് അവൻ ദേവാലയത്തിലിറങ്ങി ഓടിപ്പോയി ഒരു മുഴം കയറിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നേരത്തെ യേശു തമ്പുരാൻ പെസഹ ഭക്ഷിക്കാനിരിക്കുമ്പോൾ പലതവണ സൂചന നൽകിയിരുന്നു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണ സ്നേഹിതൻ പോലും എന്റെ നേരെ പ്രതികാരം ഉയർത്തിയിരിക്കുന്ന സങ്കീർത്തനക്കാരന്റെ വാക്കുകൾ അതേപോലെ യൂദായിൽ യാഥാർത്ഥ്യമാവുകയാണ്. ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ചേർത്ത് പിടിച്ച ആ നാണയം അവന് ഭ്രാന്ത് വിതച്ചപ്പോൾ അവന് പകരം ആ പകരം വെച്ച നാണയം അവന് കളയേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നാം എന്തിനെയാണ് ചേർത്ത് പിടിക്കുന്നത്? നല്ല കുടുംബ ബന്ധങ്ങളെയാണോ നാം ചേർത്ത് പിടിക്കുന്നത്? അതോ സമ്പത്തിനും താൽക്കാലിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ലോക സൗകര്യങ്ങളെയാണോ നാം ചേർത്ത് പിടിക്കുന്നത്? നാം പലപ്പോഴും നമ്മൾ നാണയത്തിന് എത്ര പകരം വെച്ചാൽ വിലമതിക്കാനാവാവുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. എന്നാൽ നമുക്ക് ചുറ്റും നാം ഇന്ന് കണ്ണോടിച്ച് നോക്കുന്ന ആ കാണുന്ന കാഴ്ച എന്താണ്? ജനിപ്പിച്ച മക്കളെ നിർദാക്ഷിണ്യം കൊല്ലുന്ന മാതാപിതാക്കൾ, സമ്പത്തിന് വേണ്ടിയും ലഹരിക്ക് അടിമപ്പെട്ടും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാക്കാത്ത കൗമാര യൗവന തലമുറകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി പരസ്പരം ചതിക്കുന്നവർ, ഇങ്ങനെ ഈ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത് കേവലം ലൗകിക മോഹങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ യൂദാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പവിത്രമായ ബന്ധങ്ങൾ നമുക്ക് അകത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിന് എന്ത് പകരം വെച്ചാലും അത് ജീവിതത്തിൽ നിലനിൽക്കില്ല. നമ്മുടെ ആത്മാവിനെ തന്നെ നാം കൈവിട്ട് കളയുന്ന അവസ്ഥയാണിതുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം ചേർത്ത് പിടിക്കേണ്ട ബന്ധങ്ങൾ, അത് മക്കളും മാതാപിതാക്കളുമായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, ഗുരുശിഷ്യ ബന്ധങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ചേർത്ത് പിടിക്കേണ്ട ബന്ധങ്ങളെ നാം കൈവിട്ട് കളഞ്ഞാൽ നാം അതിന് പകരം എന്ത് വെച്ചാലും അത് നിഷ്പ്രയാസം കൈവിട്ട് കളയേണ്ടി വരുമെന്ന് യൂദാ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് കൈവിടപ്പെട്ട ആത്മവിശ്വാസം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 50-ാം വാക്യത്തിൽ ശിഷ്യന്മാരെല്ലാവരും അവരെ വിട്ട് ഓടിപ്പോയി നാം വായിക്കുന്നു. ശിഷ്യന്മാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുള്ളിൽ ഭയമുണ്ടായപ്പോൾ അവർ ഒളിച്ചോടുവാൻ തുടങ്ങി. തന്റെ ഗുരുവിനെ ക്രൂശിക്കുന്നത് കാണും തന്നെ പിടിച്ചു എന്ന് കണ്ടപ്പോൾ ഞങ്ങളും അവരും അദ്ദേഹത്തിന്റെ കൂടെ നടന്നതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെ പിടിക്കുമോ എന്ന ഭയം അവരുടെ ആത്മവിശ്വാസം കെടുത്തി കളയുമ്പോൾ അവർ യേശുവിനെ ഒറ്റയ്ക്കായിട്ട് ഓടിക്കളയുകയാണ്. ഇവർ ആദ്യം പറയുന്ന വീരവാദങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. വരുവി, നമുക്കും അവനോടൊപ്പം ക്രൂശിക്കപ്പെടാം. പത്രോസ് പറയുന്നുണ്ട്, ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളി പറയുകയില്ല എന്ന്. ഇങ്ങനെ പല വീരവാദങ്ങൾ മുഴക്കിയ ശിഷ്യന്മാർ ആരും യേശുവിന്റെ കൂടെ ഇല്ല, എല്ലാവരും ഒളിച്ചോടി. ഭാഗം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശുവിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ആ പോകുന്ന ജനാവലിയുടെ പിന്നാലെ ശിഷ്യന്മാർ ഒളിച്ചു പോയി എന്നുള്ളത്. ആ കാണുന്ന ശിഷ്യന്മാരുടെ യാത്ര എന്ന് പറയുന്നത് യേശുവിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഏറ്റവും പുറകിൽ അവിടെ പറയുന്നുണ്ട്, മരങ്ങളുടെയൊക്കെ മറവിൽ, കെട്ടിടങ്ങളുടെയൊക്കെ മറവിൽ യേശു എന്ത് ചെയ്യുന്നു എന്ന് കാണുവാൻ വേണ്ടി അവർ ഒളിച്ചു നോക്കിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാരുടെ ആത്മവിശ്വാസം കൈവിട്ടപ്പോൾ അവർക്ക് ഭയമായി. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു വളരെ വിശിഷ്ടമായ ഗുണമാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാനാവില്ല. അപ്പോൾ നമ്മൾ ഭയം
ശിഷ്യന്മാർ എല്ലാവരും ഒളിച്ചോണ്ട് പോവുകയാണ്. പ്രത്യേകിച്ചും പത്രോസിനെ നമുക്ക് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരെക്കാട്ടിലും മുമ്പനായി ശിഷ്യന്മാരിൽ മൂപ്പനായിരുന്ന പത്രോസ് പല പ്രാവശ്യം എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കും യേശുവിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന 3 പേരിൽ ഒരാളായിരുന്നു പത്രോസ്. കടലിൻ മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് എടുത്ത് ചാടി ആ കടലിൽ മുങ്ങി താഴാൻ പോയ ആ പത്രോസിനെ കരം പിടിച്ച് ഉയർത്തിയ യേശു തമ്പുരാനാണ്. ഇങ്ങനെ എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കും സാക്ഷ്യം വഹിച്ച പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നെ അറിയില്ലെന്ന്. ആ 3 പ്രാവശ്യം തള്ളി പറയാണ്. അത് ആരുടെ മുന്നിലാണ്? യേശുവിനെ പരിഹസിക്കുന്നവരുടെയും വാലികാർത്തികളുടെ മുന്നിൽ പോയിരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പത്രോസ് ഇവിടെ പരാജയപ്പെടാനുള്ള കാരണം? ഏറ്റവും പ്രധാന കാരണം ഇതാണ്: ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. താൻ എപ്പോഴും മറ്റു ശിഷ്യന്മാരില്ലാത്ത സമയത്ത് ഞാൻ കൂടുണ്ട്, അതുകൊണ്ട് യേശുവിനെ പിടിക്കുമ്പോൾ എന്നെയും വന്ന് പിടിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായപ്പോൾ അവന്റെ എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. അവിടെ പറയുന്നുണ്ട്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസ് അകലം വിട്ട് പിൻചെന്നു യേശുവിനെ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കൂട്ടത്തിൽ പോയിരുന്നു. പത്രോസ് പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം അതാ. ഒരു കഷ്ടത വന്നപ്പോൾ അവൻ യേശുവിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോൾ അവൻ ചെയ്തെന്താണ്? അവൻ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയിരുന്നു. അവന്റെ പദവിക്കും സ്ഥാനത്തിനും അനുസരണമല്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് അവൻ യേശു തമ്പുരാനെ പരിഹസിക്കുന്നത്. ഇത് നമ്മോട് പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും പദവിയും ഉണ്ട്. ആ പദവിക്കും സ്ഥാനത്തിനും അനുസരിച്ചല്ലാത്ത സ്ഥലങ്ങളിൽ നാം പോയിരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്ന പലതിനും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇവിടെയും പത്രോസിന് അതാണ് സംഭവിച്ചത്. യേശു തമ്പുരാനെ അവരുടെ മുന്നിൽ വെച്ച് 3 പ്രാവശ്യം തള്ളി പറയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അവിടെ നാം പിന്നീട് കാണുന്നുണ്ട്, യേശു തമ്പുരാൻ ഇത് കേട്ടു. കോഴി കൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ ഇത് കേട്ടു. പോയപ്പോൾ യേശു തമ്പുരാൻ തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. പത്രോസിന് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. പത്രോസ് പിന്നെ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരയുകയാണ് ചെയ്തത്. പക്ഷെ അത് ആത്മാർത്ഥമായ ഒരു അനുതാപത്തിന്റെ ആയിരുന്നു. അനുതാപത്തിന്റെ ഒരു മുഖാന്തരമായിരുന്ന പത്രോസ് കണ്ടത്. അവൻ അതിദുഃഖത്തോടെ കരഞ്ഞപ്പോൾ പിന്നീട് അവൻ വിശ്വാസത്തിലെ സ്ഥിരതയിൽ ഉറച്ച പാറയായി മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കറിയാം, 2 കള്ളന്മാർ, വലതുഭാഗത്തെ കള്ളൻ ഇടതു ഭാഗത്തെ കള്ളൻ എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു കള്ളൻ ക്രൂശിക്കപ്പെടാൻ പോകുന്ന നിമിഷം വരെയും യേശുവിനെ പരിഹസിച്ചുകൊണ്ടിരുന്നപ്പോൾ വലതുഭാഗത്ത് പറയുന്ന കള്ളൻ യേശു തമ്പുരാനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, യേശുവേ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ആ നിമിഷമെങ്കിലും ആ വലതുഭാഗത്തെ കള്ളൻ തിരിച്ചറിഞ്ഞു ഇത് യേശുവാണെന്നും യേശു തിരിച്ച് രാജ്യത്തെ പ്രാപിച്ചു വരുമെന്ന് തിരിച്ചപ്പോൾ അവൻ ആ നിമിഷം ഉണ്ടായപ്പോൾ യേശു തമ്പുരാൻ അവന് രക്ഷയുടെ വാഗ്ദാനം നൽകി, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കുമെന്ന്. എന്നാൽ യേശുവിന്റെ കൂടെ നടന്ന യൂദായിൽ ഈ അനുതാപം അവസാന നിമിഷം പോലും ഉണ്ടായില്ല. അതുകൊണ്ട് അവന്റെ ജീവിതം, അവൻ ആത്മാവിനെ കൈവിട്ടു. അവന്റെ ജീവിതം ഒരു പുഴ കയറി അവസാനിക്കുകയും ചെയ്തു. ഇവിടെ പത്രോസും വലതുഭാഗത്തെ കള്ളനും തനിക്കുണ്ടായ ബോധത്തെ കുറിച്ച് ആത്മാർത്ഥമായി അനുദപിച്ചപ്പോൾ രക്ഷയുടെ വാഗ്ദാനം ദൈവം നൽകുകയാണ്. നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ഭയപ്പാടില്ലാതെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില കൈവിടപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലത് നമ്മൾ കൈവിട്ടേ മതിയാവും. എന്നാൽ ചേർത്ത് പിടിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അത് ചേർത്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്തതല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതം. സുഖസൗകര്യങ്ങൾ മാത്രമുള്ളതല്ല ക്രൈസ്തവ ജീവിതം. ഈ കഷ്ടതകളിൽ എങ്ങനെ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും? പ്രാർത്ഥന എന്ന 3 കാര്യങ്ങൾ മാത്രം. പ്രാർത്ഥന എന്ന ആയുധം കൈവിടാതെ ചേർത്ത് പിടിക്കുക. പ്രാർത്ഥന എന്ന ആയുധം കൈവിട്ടുകൊണ്ട് നമ്മൾ എന്ത് ആയുധങ്ങൾ നമ്മൾ സ്വീകരിച്ചാലും ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കില്ല. അതുപോലെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. രണ്ടാമത്, ചേർത്ത് പിടിക്കേണ്ട പവിത്രമായ ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. അതൊരിക്കലും എത്ര പകരം വെച്ചാലും എത്ര സമ്പത്ത് ദാനം ചെയ്താലും പകരം വെക്കാൻ പറ്റാത്തതാണ് ഓരോ കുടുംബ ബന്ധങ്ങളും. ആ കുടുംബ ബന്ധങ്ങൾ കൈവിട്ടു പോകാതിരിക്കുവാൻ യൂദാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ ആത്മവിശ്വാസം വിടാതെ, കൈവടിയാതെ, ഭയപ്പെടാതെ ഒളിച്ചോടുന്നവരായിരിക്കാനല്ല, കഷ്ടതകളിൽ അവരോട് പങ്കുചേരുന്നവരായിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ലോക പ്രശസ്ത കവിയും ചിത്രകാരനുമായിരുന്ന ഖലീൽ ജിബ്രാൻ തന്റെ കുരിശാരോഗ്യം എന്ന കൃതിയിൽ പറയുന്ന ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച. മനുഷ്യൻ അവന്റെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് യുഗങ്ങൾക്ക് മുന്നിലുള്ള കറുത്ത നിഴലുകൾക്ക് മുൻപിൽ നിൽക്കുന്ന കുരിശിൽ ആണികളിൽ പിടിയുന്ന യേശുവിനെ നിറ കണ്ണുകളോടെ നോക്കുന്നു. എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച മാഞ്ഞു കഴിയുമ്പോൾ അവൻ അവന്റെ
ജീവിതം തുടരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മോട് തന്നെയാണ്. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച നാം ശുശ്രൂഷകൾ അവസാനിച്ചു കഴിയുമ്പോൾ, ഈ ദുഃഖ വെള്ളിയാഴ്ച ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു കഴിയുമ്പോൾ, പഴയ ജീവിതം തുടരുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഇന്ന് നാം അതുകൊണ്ട് ഇന്ന് ഈ കുരിശ് കുത്തുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് ആത്മാർത്ഥമായ അനുതാപത്തിന്റെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴുവാൻ സാധിച്ചാൽ തീർച്ചയായും പത്രോസിനുണ്ടായ പോലെ രക്ഷയുടെ വാഗ്ദാനം, വലതുഭാഗത്തെ കള്ളന് ദൈവം നൽകിയ ആ പർദീസയുടെ വാഗ്ദാനം യേശു തമ്പുരാൻ നൽകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ആ പ്രത്യാശയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് പ്രകാരം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ചിലത് കൈവിടപ്പെടണം, എന്നാൽ അതിനേക്കാൾ ഉപരി ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഒരിക്കലും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ ഇപ്പോഴും എടുത്ത് പോരാടുക. പ്രാർത്ഥന എന്ന ആയുധം ഒരിക്കലും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാതിരിക്കുക. പവിത്രമായ ബന്ധങ്ങളെ സൂക്ഷിക്കുക. ഏത് കഷ്ടതകളിലും ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അതിന് ഈ ദുഃഖ വെള്ളിയാഴ്ച